ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയുടെ BA കോഴ്സുകളെ പറ്റിയിട്ടാണ്. നമ്മൾ UG കോഴ്സുകളുടെ ഒരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം BA മാത്രം പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടാകും, ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ഇപ്പോൾ ഹിസ്റ്ററി പഠിക്കാൻ താല്പര്യമുള്ളവർ, അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ടാവുമല്ലോ. അവർക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ജസ്റ്റ് ഇപ്പോൾ നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾ എന്തായാലും വന്ന് ഡിസ്റ്റൻസ് എടുക്കില്ല. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവരോ ഡിപ്ലോമാസ് ഉള്ളവരൊക്കെ ആയിരിക്കും കൂടുതൽ നമ്മുടെ അടുത്ത് ഡിഗ്രിക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഭാരതിദാസനിൽ പഠിക്കാൻ പറ്റുന്ന കോഴ്സസ് ഏതാണെന്നാണ് BAയിൽ പഠിക്കുന്നത് കേട്ടോ. BA തമിഴ്, BA ലിറ്ററേച്ചർ തമിഴൊന്നും നമ്മൾ നോക്കണ്ട, തമിഴ് അറിയാവുന്നവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം. പിന്നെ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴ്സുകൾക്ക് ഒരുവിധം എല്ലാം ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇക്വലൻസി ഒക്കെ കിട്ടും. ഫീസും വലിയ കാര്യമായിട്ട് കൂടുതലൊന്നുമില്ല. നമ്മൾ തമിഴ്നാട് പോയിട്ട് പരീക്ഷ എഴുതണം. പക്ഷെ തമിഴ്നാടിൻ്റെ തന്നെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ്. എല്ലാവരും പലപ്പോഴും പറയും ഭാരതിയാർ മതിയെന്ന്. പക്ഷേ ഭാരതിയാറിൻ്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അഡ്മിഷൻസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ ഇനിയും സമയം വേസ്റ്റ് ചെയ്യാണ്ടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഭാരതിദാസൻ ചെയ്യുകയാണ്. ഒരുപാട് കുട്ടികൾ ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും എക്സാം എഴുതാനും പോകേണ്ട കാര്യങ്ങളെല്ലാം അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നമുക്ക് ബുക്സ് എല്ലാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ അവൈലബിൾ ആക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ BA നോക്കാം, ലിറ്ററേച്ചർ അത് നോക്കണ്ട. അപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ പാസ് ഇൻ 10+2 വിത്ത് തമിഴ് ഓർ 10+2 ഇയർ ITI, അങ്ങനെ 10+3 ഇയർ ഡിപ്ലോമ ലാംഗ്വേജ് ആസ് പെർ ഫോർ BA തമിഴ്. തമിഴിൽ അങ്ങനെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയാസ് ഒന്നുമില്ല. ഇപ്പോൾ ITI കഴിഞ്ഞവർക്ക് 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അങ്ങനെ ചെയ്യാം. 10+3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, അല്ലാത്തവർക്ക് നോർമലി 10+2 ഇയർ ITI, അല്ലാത്തെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നോർമൽ +2 കഴിഞ്ഞ കുട്ടികൾക്ക്. പിന്നെ BA ഇക്കണോമിക്സ് വരുന്നുണ്ട്. പിന്നെ BA ഇംഗ്ലീഷ് വരുന്നുണ്ട്, BA ഹിസ്റ്ററി വരുന്നുണ്ട്, BA പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്, BA പബ്ലിക് അഡ്മിനിസ്ട്രേഷനും വരുന്നുണ്ട്. ഇവർക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇംഗ്ലീഷ് പ്ലസ് തമിഴ് മീഡിയം എല്ലാം വരുന്നുണ്ട്. ഇതാണ് BAയിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ്. ഇനി ഇതിന് നമുക്ക് സിലബസ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. തമിഴിനൊന്നും പറയണില്ല. BA ഇക്കണോമിക്സിൽ 3 വർഷമാണ്, ഇയർ വൈസ് ആണ്, സെമസ്റ്റർ വൈസ് അല്ല. ഒരു വർഷം ഒരു 6 സബ്ജക്റ്റോളം വരുന്നുണ്ട്. അപ്പോൾ BA ഇക്കണോമിക്സിലൊക്കെ നമുക്കൊരു 2 വർഷം, ഫസ്റ്റത്തെ 2 വർഷം ലാംഗ്വേജ് വരുന്നുണ്ട്. BA ഇക്കണോമിക്സിൻ്റെ സബ്ജക്ട്സ് ആണ് ഈ കാണുന്നത്. ഇതാണ് കേട്ടോ സബ്ജക്ട്സ് വരുന്നത് BA ഇക്കണോമിക്സിൻ്റെ. പിന്നെ BA ഇംഗ്ലീഷിലും ഈ പറഞ്ഞ പോലെ തന്നെ BA ഇംഗ്ലീഷിൻ്റെ സബ്ജക്ട്സ് വരുന്നുണ്ട്. ഒരു വർഷം 6 പേപ്പറോളം വരുന്നുണ്ട്. പിന്നെ BA ഹിസ്റ്ററി വരുന്നുണ്ട്. BA ഹിസ്റ്ററിക്ക് 3 വർഷമാണ്. അവരുടെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഭാരതിയാറിൻ്റെ ഒരു സബ്ജക്റ്റ് രീതികൾ തന്നെയാണ് ഇതിലും കാണുന്നത്. പിന്നെ BA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, BA പൊളിറ്റിക്കൽ സയൻസ്. ഇത്രയാണ് BA കോഴ്സസ് ഭാരതിദാസൻ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്നത്. സോ BAയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് BAയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ വരുന്ന ഡിസംബറിലൊക്കെ എക്സാം ഫസ്റ്റ് ഇയറിൻ്റെ ഒക്കെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ BA കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കാം. താങ്ക്